പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. പ്രാകാരത്തിലെൻ്റെ മുൻപിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. യാഗപീഠമവനത്രേ എന്നുമെൻ്റെ രക്ഷയവൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദുഃഖത്തിൻ്റെ പാനപാത്രം കാണമേ ദൂരവേശ
താതൻ വാസം നമുക്കേറിയ തീരത്ത് വേദന ചേർന്നിടും. തല ഇവിടെ കിഴക്കോട്ട്. അപ്പൊ ആ സ്റ്റാൻഡിൽ അങ്ങോട്ട് വെച്ചേ. ഓക്കെ ഇല്ല ഓക്കെ വേദന ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗദാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം തീരത്ത്. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സകലാശ്വാസത്തിന്റെയും നന്മയുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ ശ്രദ്ധിക്കുന്നവരെ ജീവിതത്തിലെ ഏത് സമയത്തും തിരുമുഖത്തേക്ക് നോക്കി അബ്ബാ പിതാവെ എന്ന് വിളിക്കുവാനുള്ള പുത്രത്തിന്റെ അവകാശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. സന്തോഷ സമയത്ത് മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിലും ഞങ്ങൾ നോക്കി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നത് ഓർത്ത് കർത്താവേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ധന്യമായ ജീവിതം തന്നിട്ടുള്ളത് ഓർത്ത് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് പ്രയോജനകരമായ നിലയിൽ കെട്ടുപണി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചിട്ടുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാവിൻ്റെ ജീവിതത്തിനായി സ്തോത്രം. ജനനം മുതൽ കർത്താവ് നല്ലവനായിരുന്നു. കർത്താവെ കുടുംബജീവിതം നൽകി, കുഞ്ഞുങ്ങളെ നൽകി, അവരെയൊക്കെ വളർത്തുവാൻ, ദൈവകൃപയിൽ വളർത്തുവാൻ കർത്താവ് ഭാഗ്യം നൽകി. ദൈവമേ, ഭാഗ്യമേറിയ ഒരു സ്ത്രീ എന്ന് പറയത്തക്കവണ്ണം ഈ പ്രിയ മാതാവിനെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയത് ഓർത്ത് സ്തോത്രം. വാർദ്ധക്യവും പ്രയാസങ്ങളും നേരിട്ടപ്പോൾ പ്രിയ നൈനാൻ സാറ് ഇവിടെ കൊണ്ടുവന്ന് ശുശ്രൂഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. ആ കുടുംബം നിന്റെ മകളെ ശരിയായി ശുശ്രൂഷിപ്പാനും ഒരു മാതാവിന് ചെയ്യേണ്ടുന്ന അന്ത്യ ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കുവാനും ആ കുടുംബത്തിന് നീ കൃപ നൽകിയത് ഓർത്ത് സ്തോത്രം. നിന്റെ മകളുടെ ആയുസ് മതി എന്ന് കണ്ടപ്പോൾ വിളിച്ചടുപ്പിച്ചു. നിന്റെ മകൾ ഇപ്പോൾ തിരുസന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കി ദുഃഖത്തിലിരിക്കുന്ന ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവേ. ആശ്വാസവും സമാധാനവും തീർന്നു പോകാത്ത സന്തോഷവും നിന്റെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് ആശ്വാസം തരുന്നവനാണെന്നും ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനാണെന്നും നിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഓർത്ത് സ്തോത്രം. അതുകൊണ്ട് കർത്താവെ, പ്രത്യേകിച്ച് നിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും നിന്റെ കരുണയുടെ ചിറകടിയിൽ അവിടുന്ന് പൊതിയുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുവാനിരിക്കുന്ന ശുശ്രൂഷയെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യാശയുടെ ഒരു ശുശ്രൂഷ തരണം. ഞങ്ങളിതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കും ഒരു ജീവിത അന്ത്യമുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുവാനും നീ വിളിക്കുമ്പോൾ തിരുസന്നിധിയിൽ വരത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കുവാനും ഇടയാക്കണമേ. തുടർന്നുള്ള മണിക്കൂറുകൾ അനുഗ്രഹത്തിന് കാരണമാക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രകൃതിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഒരു ദോഷവും വരാതെ കർത്താവ് നിന്റെ മകളുടെ അന്ത്യ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നടക്കത്തക്കവണ്ണം കർത്താവ് പ്രകൃതിയുടെ മേൽ അധികാരമെടുത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ഇമ്പമിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേളും എപ്പോൾ ഇങ്ങോട്ടേയും. ധരണിയിലെ പാടും വണ്ടിയിലാണോ എന്താ ഫ്ലവർ ഔട്ട് ഉണ്ട് ഇവിടെ ശോഭിച്ചിടും ദീപതുല്യം ശോധരങ്ങു ശോഭിച്ചിടും. ഒരു സൗകര്യം മാവുകളും തോട്ടങ്ങളും എല്ലാം തോട്ടമരങ്ങൾ ജീവനദിയിമ്പശബ്ദം നേരിയതിലൂടെ ജീവനദിയിമ്പശബ്ദം നിൽപ്പതുമോടി പോവതുമീരാ ദൂരരുമങ്ങാത്തു സദാ സ്വരമണ്ഡലം പാടി. ദൂരരുമങ്ങാത്തു സദാ സ്വരമണ്ഡലം പാടി. എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൽ നിൻപവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോൾ ഇങ്ങൊഴിയും. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപ് നീ അനാദിയായി ശാശ്വതമായി ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേക്കുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്നും മറന്നു ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രയും. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. അവർ രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു മാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയും. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാടുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ.
അതേ ഞങ്ങളുടെ തങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. കാണാമേ ദൂരെ വിശ്വാസത്താൽ താരൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാക്കവോ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് നാമശോധന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമാകില്ലല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് സ്നേഹമാം സ്വർഗ്ഗദാതനുടെ സ്നേഹദാനത്തിനും നാൾക്കുനാൾ വീഴ്ചയെന്നെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അവനെ പകയ്ക്കുന്നവരും അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു. തീയെങ്കിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. എങ്കിലും നീതിമാന്മാർ സന്തോഷിച്ച് ദൈവസന്നിധിയിൽ ഉല്ലസിക്കും. അതേ അവർ സന്തോഷത്തോടെ ആനന്ദിക്കും. ദൈവത്തിന് പാടുവീൻ, അവൻ്റെ നാമത്തിന് സ്തുതി പാടുവീൻ. മരുഭൂമിയിൽ കൂടി വാഹനമേറി വരുന്നവനെ വഴി നിരത്തുവീൻ. യാഹെന്നാകുന്നു അവൻ്റെ നാമം, അവൻ്റെ മുമ്പിൽ ഉല്ലസിപ്പീൻ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു. എന്നാൽ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. ദൈവമേ, നീ നിന്റെ ജനത്തിന് മുമ്പായി പുറപ്പെട്ട് മരുഭൂമിയിൽ കൂടി നടകൊണ്ടപ്പോൾ ഭൂമി കുലുങ്ങി, ആകാശം ദൈവസന്നിധിയിൽ പൊഴിഞ്ഞു. ഈ സീനായി ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിൻ്റെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, നീ ധാരാളം മഴ പെയ്ച്ചു, ക്ഷീണിച്ചിരുന്ന നിന്റെ അവകാശത്തെ തണുപ്പിച്ചു. നിന്റെ കൂട്ടം അതിൽ പാർത്തു. ദൈവമേ, നിന്റെ ദയയാൽ നീ അത് എളിയവർക്ക് വേണ്ടി ഒരുക്കി വെച്ചു. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു, വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിൻ്റെ ചിറക് വെള്ളി കൊണ്ടും അതിൻ്റെ തൂവലുകൾ പൈപ്പൊന്നുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. സർവശക്തനോട് രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോണിൽ ഇമ്പം പെയ്യുകയായിരുന്നു. ബാഷാൻ പർവ്വതം ദൈവത്തിൻ്റെ പർവ്വതമാകുന്നു. ബാഷാൻ പർവ്വതം കൊടുമുടികളേറിയ പർവ്വതമാകുന്നു. കൊടുമുടികളേറിയ പർവ്വതങ്ങളെ ദൈവം വസിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പർവ്വതത്തെ നിങ്ങൾ സ്പർദ്ധിച്ചു നോക്കുന്നതെന്ത്? യഹോവ അതിൽ എന്നേക്കും വസിക്കും. ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സീനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. യാഹെന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങി.